ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ കൊണ്ട് എങ്ങനെയാണ് രുചികരമായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു കോളിഫ്ലവർ, ഒരു കാപ്സിക്കം, 2-3 പച്ചമുളക്. അപ്പോൾ കോളിഫ്ലവർ ആദ്യം തന്നെ കഴുകി ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തു. ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. തിളപ്പിച്ച് കോരിയെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു പാകത്തിന് ഉപ്പ്, 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. കോളിഫ്ലവർ പാകത്തിന് വലിപ്പത്തിൽ മുറിച്ചിടാം. ഞാനൊരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിനിപ്പോ ഒരു മുട്ട, 2 കോൺഫ്ലവർ പൊടി, പാകത്തിന് ഉപ്പ് മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതിന് വറുത്ത് കോരിയാണ് എടുക്കുന്നത്. വറക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു 3-4 സ്പൂണോളം ഒഴിക്കണം. കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി എടുത്താൽ മതി. ഓയിൽ വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അല്ല കോളിഫ്ലവർ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് വറുത്തെടുക്കാൻ പറ്റും. ഒരു വശം മുരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് മറുവശവും കൂടെ തിരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകാതെ ഒരു മീഡിയം പാകത്തിന് എടുക്കണം. ഇത് തിളപ്പിച്ച് എടുത്ത് പിന്നെ ഇപ്പൊ വറുത്ത് എടുത്തപ്പോഴത്തേക്കും ഓൾറെഡി എല്ലാം കോളിഫ്ലവർ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ എടുത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം വറുത്ത് കോരി എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് അതിലുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, ഒരു കാപ്സിക്കം, ഒരു പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ മൊരിയിച്ചെടുക്കണം. ഇതൊരു 3/4 ഭാഗം ഷാലോ ഫ്രൈ ചെയ്താൽ മതി, അധികം മൊരിഞ്ഞു പോകരുത്. ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കണം. കോളിഫ്ലവർ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് ആ കോളിഫ്ലവർ മിക്സ് ചെയ്ത ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഗ്രേവിക്കായിട്ട്. എങ്കിൽ കോൺഫ്ലവർ വേറെ ഇത്തിരി കലക്കിയെടുത്ത് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടി ഒഴിക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഗ്രേവി പോലെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഇതിന് കളർ വേണമെങ്കിൽ ഇത്തിരി കളർ പൊടി ചേർക്കാം. ഞാനൊരു റെഡ് കളർ ഫുഡ് കളറാണ്, ഒരു 1/4 സ്പൂൺ ചേർത്തു. ഒരു റെഡ് കളർ കിട്ടും ചില്ലി ഗോബി മഞ്ചൂരിയന്. അതിനുശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഓക്കെ, സോസുകൾ ലാസ്റ്റാണ് ഒഴിക്കുന്നത്. 3 തരം സോസ്: സോയ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ഇതെല്ലാം ഓരോ സ്പൂൺ ഇതിലേക്ക് എടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.